പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറേ കാലങ്ങളായി സംസാരിച്ചിട്ട് ആക്ച്വലി കുറച്ച് ജോലി തിരക്കുകളും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം കൊണ്ടാണ് കുറേ നാളുകളായിട്ട് വീഡിയോ ചെയ്യാതിരുന്നത്. എങ്കിൽ തന്നെയും നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് കതിരിൽ വളം വച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് നാട്ടിൽ നടക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിൽ വരുന്ന വലിയൊരു ആദിയാണ് തങ്ങളുടെ മക്കൾ എന്താണ്, അവർക്ക് തങ്ങളുടെ മക്കളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. മക്കളുടെ ഓരോ സ്വഭാവ സവിശേഷതകൾ, അവർ കാണിക്കുന്ന പെരുമാറ്റങ്ങൾ, അവരുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മാതാപിതാക്കൾക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾ ഇങ്ങനെയായി പോയത് എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാ മാതാപിതാക്കളുടെ മനസ്സിൽ. അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇങ്ങനെയാണോ, ഇങ്ങനെ രീതിയിൽ ചിന്തിക്കുന്നവരാണോ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ വഴിതെറ്റി പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചിന്താഗതികളാണ് ഭൂരിഭാഗം മാതാപിതാക്കളുടെ മനസ്സിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളുടെ പേരിൽ മനസ്സിൽ ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ വാർത്തകളൊന്നും ശുഭകരങ്ങളല്ല അല്ലേ. കോളേജുകളിലും നമുക്ക് ഏത് സ്ഥാപനങ്ങളിലും മക്കളെ അയക്കുമ്പോഴും അവിടെ മക്കൾ പഠിക്കുകയാണോ അതോ എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് മാതാപിതാക്കൾക്ക് അറിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തുവാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മക്കൾ വഴിതെറ്റി പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ളവരായിട്ട് മക്കൾ മാറുക എന്ന കാര്യത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമുക്കറിയാം, ഇപ്പോഴത്തെ തലമുറ എന്നുള്ള പേരിൽ നമ്മൾ ഈ തലമുറയിലെ കുട്ടികളെ നമ്മൾ എപ്പോഴും വിചാരണ ചെയ്യാറുണ്ട്. 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വഴി തെറ്റിയ തലമുറയാണ്, അല്ലെങ്കിൽ തലതെറിച്ച മക്കളാണ് എന്നൊക്കെയുള്ള ഒരു മുദ്ര കുത്തി പുതിയ കുട്ടികളെ നമ്മൾ എപ്പോഴും അവരെ അവഹേളിക്കുന്നത് കാണാറുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ പഴയ തലമുറ അല്ലെ കുട്ടികൾ നല്ലതായിരുന്നു, അല്ലെങ്കിൽ പഴയ തലമുറ നല്ലതായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നല്ലതാണെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല അല്ലേ. നമുക്കറിയാം, എല്ലാ കാലഘട്ടത്തിലും യുവത്വത്തിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ ഒരു ടീനേജ് എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും അപകടകരമായ ഒരു പ്രായമാണ്. അവിടെ ഏറ്റവും സംഘർഷഭരിതവും റിബലിസവും ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് കാലത്ത് നമുക്കറിയാം, നിരവധി പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ടീനേജ് കാലഘട്ടത്തിലും സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ അതൊന്നും വളരെ വാർത്തയായിട്ടൊന്നും എത്താറില്ല. കാരണം അന്നത്തെ മാധ്യമങ്ങളൊന്നും ഇന്നത്തെ പോലെ അഡ്വാൻസ്ഡ് അല്ല, സോഷ്യൽ മീഡിയകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറം ലോകത്തൊന്നും എത്തിയിട്ടില്ല. ഇന്ന് എന്ത് നടന്നാലും അപ്പോൾ തന്നെ അറ്റ് സെക്കൻഡിൽ അല്ലെങ്കിൽ ലൈവായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ എല്ലാവരുടെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്നതൊക്കെ മോശമാണ് എന്നുള്ള രീതിയിലും വാർത്ത വരുന്നുണ്ട്. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ എന്നാൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കുറവാണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്ന് കരുതിക്കൊണ്ട് വാർത്താ മാധ്യമങ്ങളുള്ളത് കാരണം കൊണ്ട് മാത്രമാണ് പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ വഴിതെറ്റിപ്പോയിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂസുകൾ എത്തുന്നതെന്ന് പറയുന്നതിൽ നമുക്ക് ശരി പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പഴയ തലമുറയെക്കാളും പുതിയ തലമുറയിൽ കൂടുതലാണ് എന്ന് തന്നെയാണ് ശരിയായ വസ്തുത. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമുക്ക് അറിയാം, പഴയ കാലഘട്ടത്തിലൊക്കെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്ത് കാര്യങ്ങളാണോ എവിടെ വഴികൾ, നമ്മളിങ്ങനെ ഒരു സിനിമയിൽ കോമഡിയിൽ ഇങ്ങനെ പറയും, പല വഴികളുള്ള നാട്ടിൽ വഴിതെറ്റി പോകാനായിട്ട് ഏറ്റവും എളുപ്പമാണെന്ന് പറയുന്ന പോലെ പണ്ട് കാലഘട്ടത്തിൽ ഇത്രയധികം വഴികളില്ലായിരുന്നു അല്ലേ. 1-2 വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വഴിതെറ്റിപ്പോയാൽ തന്നെയും ഏത് വഴിക്കൂടെ പോവും, ഏത് വഴിക്കൂടെ തിരിച്ചു വരും എന്നൊക്കെ മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ
കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നിരവധി വഴികളാണ് മുന്നിലുള്ളത്. അപ്പോൾ ഏത് വഴിയിൽ കൂടെയാണ് മക്കൾ സഞ്ചരിക്കുന്നതെന്നൊന്നും ഒരാൾക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് കണ്ടെത്താനൊന്നും സാധ്യമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ വലിയ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകളൊന്നും ഇത്രയധികം ഇല്ലാതിരുന്നതുകൊണ്ട് പണ്ട് ദൂരദർശൻ്റെ ചാനലിൽ വന്നിരുന്ന എല്ലാവരും കൂടി ഇരുന്ന് ഒരു സിനിമ കാണുന്നു, ഒരു ചാനൽ വയ്ക്കുന്നു. അവിടെ ചാനൽ പോലും മാറ്റേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ചാനലേ ഉള്ളൂ. എല്ലാവരും കൂടി കുടുംബവും അയൽവക്കത്തുള്ളവരും നാട്ടിലുള്ളവരും കൂടി ചിലപ്പോൾ ഒരു വീട്ടിൽ ടി വി ഉണ്ടാവുള്ളൂ. അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ടി വി കണ്ട് നമ്മൾ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ മാത്രമാണ് നമുക്കുണ്ടായിരുന്നുള്ളൂ. ആകെ വോളിയം കൂട്ടുക കുറയ്ക്കുക എന്നുള്ള ഒക്കെ പരിപാടി മാത്രമാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കുട്ടികളുടെയും കയ്യിൽ ചെറുപ്പം മുതലേ മൊബൈൽ കിട്ടുന്നത് കൊണ്ട് അവന് സാധ്യതകളേറെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ എക്യുപ്ഡ് ആണോ ഒരു കുട്ടിയെ വളർത്താം എന്നുള്ള ചിന്തയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കുട്ടികളെയാണ്. ഏത് കാലഘട്ടത്തിലും വഴി പിഴച്ചു പോയ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ താന്തോന്നികളാണ് എന്നൊക്കെ പേരുകൊണ്ട് കുട്ടികൾ മോശക്കാരനായിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ള കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടികളുടെ മേൽ പഴിചാരി രക്ഷപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ ഏത് കാലഘട്ടത്തും കണ്ടിട്ടുള്ളത്. പണ്ട് കാലഘട്ടത്തും ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾ കുറ്റക്കാരാണോ? ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ വീഡിയോ മുമ്പും ചെയ്തിട്ടുണ്ട് അല്ലേ. കുട്ടികളുടെ കാര്യത്തെപ്പറ്റി എനിക്കും വലിയ കൺസേൺ ഉണ്ട്. കാരണം പലപ്പോഴും യഥാർത്ഥ പ്രതികൾ മറഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ ഏറ്റവും ബലഹീനരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മുടെ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സ്വഭാവം. നമുക്ക് പവർഫുള്ളായിട്ടുള്ള ഒരു ശത്രുവിനെ നമുക്ക് തൊടാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും ദുർബലനായിട്ടുള്ളവൻ്റെ മേൽ എല്ലാ കാര്യങ്ങളും പരിചാരിക്കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ള ഒരു സ്വഭാവമാണ് സാധാരണ മനുഷ്യനുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ പവർഫുള്ളായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്നത് മുതിർന്നവരാണ്. അതുകൊണ്ട് അവർ കുട്ടികളുടെ മേൽ പരിചാരിക്കൊണ്ട് അവർ രക്ഷപ്പെടുന്നു. യഥാർത്ഥത്തിൽ ആരാണ് കുറ്റക്കാർ? ഒരു കുട്ടി ഇതുപോലുള്ള മോശം സ്വഭാവത്തിലേക്ക് വഴുതി വീഴുന്ന സ്വഭാവമുള്ള രീതിയിലേക്ക് അവർ മാറുന്നതിൽ കുറ്റക്കാരാരാണ്? നമ്മൾ ഒറ്റ വാക്കിൽ എല്ലാവരും നോക്കുമ്പോൾ ഉത്തരം പറയും അത് ആ കുട്ടിയുടെ പ്രശ്നമാണ്, ആ കുട്ടിയാണ് അതിന് കുറ്റക്കാരെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മനഃശാസ്ത്ര പഠിച്ച വ്യക്തികൾ അല്ലെങ്കിൽ ഇതിനൊരു സീരിയസ് ആയിട്ട് ഇതിനെ നോക്കി കാണുന്നവർ, ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം യഥാർത്ഥത്തിൽ ഓരോ കുട്ടിയും അതുപോലെ ആയിത്തീരുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഓരോ കുട്ടിയും ഓരോ വെള്ള പേപ്പറാണ് അല്ലേ. ആ വെള്ള പേപ്പറിൽ മറ്റുള്ളവരും മാതാപിതാക്കളും സമൂഹവും എഴുതി ചേർക്കുന്നതാണ് ആ കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ. നമുക്കറിയാം ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ. ജീനുകൾ മുഖാന്തരം ഒരു ആരോഗ്യ രീതിയിലും മാനസിക രീതിയിലും അല്ലെങ്കിൽ അവരുടെ ജീനിൻ്റെ പ്രത്യേകതകൾ കൊണ്ട്, അവരുടെ പാരമ്പര്യമായി കിട്ടിയ ജീനുകളുടെ പ്രത്യേകതകൾ കൊണ്ട് ചെറിയ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകളൊക്കെ അതുപോലെ രീതിയിലൊക്കെ ഉണ്ടായിത്തീരാം. അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഓരോ കുട്ടിയും ജനിക്കുമ്പോഴൊന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും ആ കുട്ടിയെ കുറ്റം വിധിക്കാൻ പറ്റുമോ? അവൻ ക്രിമിനലായിട്ടാണ് ജനിച്ചത്. നമ്മളൊക്കെ ഇങ്ങനെ ഡയലോഗിലൂടെ പറയും അവൻ ക്രിമിനലായിട്ടാണ് ജനിച്ചതെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ കുട്ടിയും ഒന്നുമല്ല അല്ലേ. അവരൊന്നുമല്ല, ഒരു വെള്ള പേപ്പർ പോലെ തന്നെ എല്ലാവരും വളരെ പവിത്രരാണ് അല്ലേ, നിർമ്മലത ഉള്ളവരാണ്. ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവമൊന്നുമുള്ള കുട്ടികളായിട്ടല്ല അവർ ജനിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ കുട്ടികൾക്ക് ഇങ്ങനെയുള്ളൊരു സ്വഭാവത്തിലേക്ക് അവർ വരുന്നു? അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഗർഭാവസ്ഥ മുതൽ ഇങ്ങനെ തുടങ്ങേണ്ടി വരും അല്ലേ. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയുടെ മാനസിക വളർച്ച, അവൻ്റെ ഉപബോധ മനസ്സൊക്കെ ക്രിയേറ്റ് ആവുന്നത് ഗർഭാവസ്ഥയിലാണ്. ആ കുട്ടി ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ അമ്മ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളും അതുപോലെ തന്നെ അമ്മയുടെ സ്വഭാവ പ്രശ്നങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈ കുട്ടിയുടെ മാനസികാവസ്ഥയൊക്കെ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ജനിച്ച മുതൽ ആ കുട്ടി കാണുന്ന ആളുകൾ, സ്വന്തം മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സമൂഹം,
ഇതിൽ നിന്നെല്ലാം പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ആ കുട്ടിയാക്കി തീർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ നമ്മൾ നമ്മുടെ നിയമത്തിൻ്റെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ പ്രായപൂർത്തിയായ ഒരു കുട്ടി അവനാണ് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ. അതായത് അവൻ ചെയ്യുന്ന എല്ലാ ക്രൈമുകളും ഉത്തരവാദിത്തം അവന് തന്നെയാണ്. അവൻ തന്നെയാണ് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടത്. പക്ഷേ അതൊരു നിയമത്തിൻ്റെ കണ്ണിലൊരു ടെക്നിക്കൽ വേർഡാണ് അല്ലേ. നിയമത്തിൻ്റെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ നമുക്കൊരു ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണത്. പക്ഷേ യഥാർത്ഥത്തിൽ 18 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടിയെ രൂപപ്പെടുത്തിയവർ അതിൻ്റെ പിറകിലാണ് ഉള്ളത് അല്ലേ. അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ ആ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എപ്പോഴും ഞാൻ കുറ്റം വിധിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കുറ്റക്കാരനായിട്ട് കാണുന്നത് എപ്പോഴും മുതിർന്നവരെ തന്നെയാണ് അല്ലേ. ആദ്യം തന്നെ ഒരു കുട്ടി ചെയ്യുന്ന എല്ലാ തെറ്റുകളുടെയും പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് തന്നെയാണ്. അതിനുശേഷം സഹോദരങ്ങൾ, കുടുംബം, സമൂഹം, രാജ്യം, അല്ലെങ്കിൽ അവൻ്റെ മതം, അവൻ ഏത് വിശ്വാസത്തിലാണ് ആ വിശ്വാസം, ഇതൊക്കെ അതിൻ്റെ കാരണങ്ങൾ തന്നെയാണ് അല്ലേ. ഓരോ കുട്ടിയെയും നമുക്കറിയാം, നമ്മളെല്ലാവരും വിവാഹം എന്നുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ ഇന്ന് ആർക്കും പണ്ട് മുതൽ ഇങ്ങനെ തന്നെയാണല്ലേ. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു കുടുംബം ഒരു വിവാഹം കഴിക്കാനായിട്ട് പോകുമ്പോൾ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു വിവാഹത്തിൽ കൂടെ, അല്ലെങ്കിൽ ഈ വിവാഹം എന്നുള്ളത് എന്താണെന്നാണ് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വരനും വധുവും ഒരമ്മയും അച്ഛനും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് വിവാഹം കൊണ്ട് എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല അല്ലേ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്. അവരൊരു പ്രായമാകുമ്പോൾ വിവാഹം കഴിക്കണം എന്നുള്ളത് കൊണ്ട് വിവാഹം കഴിക്കുന്നു. അല്ലാതെ എന്തിനാണ് ഒരു കുടുംബം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ഒരു കുടുംബത്തിൽ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, പാരൻറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തായിരിക്കണം അവരുടെ കുടുംബത്തിൻ്റെ ലക്ഷ്യം, ഇതിനെപ്പറ്റിയൊന്നും ആരും ചിന്തിക്കാറില്ല അല്ലേ. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിലാണ് ഇതിനെപ്പറ്റിയുള്ളൊരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ സമുദായത്തിൽ ഇപ്പോൾ ആണ്. കാരണം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വിവാഹം സെമിനാർ എന്നുള്ള പേരിൽ നിർബന്ധിതമായിട്ട് ഒരു 3 ദിവസത്തെയൊക്കെ കോഴ്സുകൾ ഈ വിവാഹം കഴിക്കുന്നവർക്ക് സഭ നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് തുടങ്ങി വെച്ചത് എനിക്ക് തോന്നുന്നു ക്രിസ്തീയ സമൂഹത്തിലാണ്. അതിനുശേഷം ഇപ്പോൾ എല്ലാ സമൂഹത്തിലും ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷെ പലതിലും നിർബന്ധിതമല്ല. പക്ഷേ ക്രിസ്തീയ കത്തോലിക്ക വിശ്വാസത്തിലൊക്കെ അത് നിർബന്ധമാണ്, നമ്മൾ ആ കോഴ്സ് കൂടിയിരിക്കണം. അതുപോലും പലരൊന്നും കൂടാറില്ല. നിർബന്ധമായിരുന്നാൽ തന്നെയും പലപ്പോഴും കാണാറുള്ളത് പെട്ടെന്ന് എല്ലാവരും ഭൂരിഭാഗം ആളുകളൊക്കെ ജോലി ചെയ്യുന്നത് കേരളത്തിന് പുറത്താണ്. അപ്പോൾ അവരൊക്കെ ലീവില്ലാതെ വരുന്നു, പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് പോകണം. അപ്പോൾ കോഴ്സിന് ചിലപ്പോൾ ബൈപ്പാസൊക്കെ ചെയ്തിട്ടായിരിക്കും ഭൂരിഭാഗം പേരും വിവാഹത്തിലേക്കൊക്കെ പോകുന്നത്. എപ്പോഴും നമ്മളൊരു വിവാഹാലോചനയുടെ സമയത്ത് എടുത്തു നോക്കിയാൽ അറിയാം, ഒക്കെ ഒരു ധൃതിയാണ്. എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം, വേഗം പോകണം, തിരിച്ച് ജോലിക്ക് കയറണം. അപ്പോൾ അതൊക്കെയാണ്, അല്ലെങ്കിൽ വിവാഹത്തിന് ഉണ്ടാകുന്ന ആർഭാടങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ ആഘോഷം ആക്കണം, എന്തൊക്കെ സദ്യ, അതുപോലെ തന്നെ എവിടെ വെച്ച് റിസപ്ഷൻ നടത്തണം, ഹണിമൂൺ എവിടെ വെച്ച് നടത്തണം, ഇതൊക്കെ തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരുടെയും ഡിസ്കഷനും ചിന്തകളും ഉള്ളത്. അല്ലാതെ ഒരു കുടുംബം എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെപ്പറ്റിയൊന്നും ഒരു ഫാമിലി പ്ലാനിങ്ങോ ഒന്നും ആരുടെയും ഡിസ്കഷനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ടൻ ഒരു വിശ്വാസമാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത് അല്ലേ. നമ്മൾ വിവാഹം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട്. ഇപ്പോൾ എനിക്കടക്കം വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു തരുന്നത് എനിക്കെല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, അതുകൊണ്ട് എനിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ വിവാഹത്തിലേക്ക് കടക്കുമ്പോഴാണ്, അതിന് ശേഷമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലായി വരുന്നത് അല്ലേ. അപ്പോൾ ഇതൊന്നും നമ്മളൊരു വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്ത് മാതാപിതാക്കളോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നവരോ
ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാറില്ല, ഇതിനെപ്പറ്റിയൊന്നും അവർ ബോധവാന്മാർ ആകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയല്ല ഈ കുടുംബജീവിതവും ഈ പാരൻറ്റിങ്ങൊക്കെ പരാജയമായി തീരുന്നത്. നമുക്കറിയാം, ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഇപ്പോൾ ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്നവരാണല്ലോ. നമ്മളൊരു തൊഴിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടപണി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കി അതിൻ്റെ എൻജിനീയറിങ് ചെയ്ത് അതിനൊരു പടം വരച്ച് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ ഡിസൈനുകൾ പോകണം, എങ്ങനെ ഫൗണ്ടേഷൻ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നമുക്കറിയില്ലെങ്കിൽ നമ്മൾ അറിയാവുന്നവരൊക്കെ അടുത്ത് പോയി, എൻജിനീയറിൻ്റെ അടുത്ത് പോയി, മേസ്ത്രിയുടെ അടുത്ത് പോയിട്ടൊക്കെയാണ് അത് ക്ലിയർ ചെയ്തിട്ടാണ് ഒരു വീടിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും ഇത്രയധികം പ്ലാൻ ചെയ്യുന്നു. ഒരു വണ്ടി മേടിക്കാൻ പോകുമ്പോഴായാലും എത്രമാത്രം നമ്മൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് കാര്യം മേടിക്കാൻ പറ്റും, ഒരു ഡ്രസ്സ് മേടിക്കുമ്പോഴും നമ്മൾ നോക്കി അതിനെ ശ്രദ്ധിച്ച് അത് ലാസ്റ്റ് ചെയ്യുന്നതാണോ, നമ്മൾ ആ ബ്രാൻഡ്, ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയധികം സമയവും റിസർച്ചും ചെയ്യുമ്പോൾ, പഠനവും ചെയ്യുമ്പോൾ, എന്തുകൊണ്ട് നമ്മുടെ വിവാഹം എന്നുള്ള അല്ലെങ്കിൽ ഒരു കുടുംബം എന്നുള്ളൊരു കാര്യം അത് ഏറ്റവും ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഒരു ജോലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ജോലി കിട്ടും, അല്ലെങ്കിൽ ഒരു സമ്പാദ്യം, ഒരു ബിസിനസ് പൊളിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബിസിനസ് നമുക്ക് തുടങ്ങാം. പക്ഷേ ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു കുടുംബം എന്നുള്ളത് ഒരിക്കൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാനായി സാധിക്കില്ല. പിന്നെ നമ്മൾ എന്തൊക്കെ ഏച്ച് കെട്ടിയാലും അതിങ്ങനെ മുഴച്ചുകൊണ്ട് ഇരിക്കുന്നതല്ലാതെ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ളൊരു കുടുംബജീവിതം നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇത്രയധികം ഭാവി നിശ്ചയിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സമാധാനം, നമുക്കറിയാം, എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ എല്ലാവർക്കും അതാണ് ഏറ്റവും വലിയ സന്തോഷം, അല്ലേ? നമ്മൾ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ സമാധാനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കൾ നല്ലതാണെങ്കിൽ, ഭാര്യ നല്ലതാണെങ്കിൽ, ഭർത്താവ് നല്ലതാണെങ്കിൽ, കുടുംബത്തിൽ എപ്പോഴും സന്തോഷമാണെങ്കിൽ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അത്രയധികം ആയിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. എന്നാൽ മറ്റുള്ളതെല്ലാം ഉണ്ട്, എന്നാൽ കുടുംബം ഇല്ലാതായി തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതുപോലെ തന്നെ മക്കൾ വഴിതെറ്റിപ്പോയിട്ടുള്ള ഒരു കുടുംബത്തിൽ മറ്റുള്ള എന്ത് ആർഭാടമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ വീട് വെച്ചു എന്ന് പറഞ്ഞാലും, എത്ര വലിയ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞാലും, പ്രശസ്തി ഉണ്ടെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇതൊരു തലമുറയെ സൃഷ്ടിക്കുന്ന കാര്യമാണല്ലേ. നെക്സ്റ്റ് ജനറേഷനെ, ഭാവി തലമുറയുടെ ഭാവിയാണ്. അതുപോലെ തന്നെ അത് രാജ്യത്തിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരോഗ്യമുള്ള, മാനസികവും ശാരീരികമായിട്ട് ആരോഗ്യമുള്ള മക്കളെ ഉണ്ടാകുക എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയധികം പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ എത്രത്തോളം ടൈം ചിലവാക്കുന്നു, അതിന് വേണ്ടിയിട്ട് എത്രത്തോളം നമ്മൾ സമയം ചിലവഴിക്കുന്നു, എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അതിന് വേണ്ടിയിട്ട്. ഇതൊന്നും ചെയ്യാതെയാണ് ഓരോരുത്തരും കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് കടക്കുന്നത്, അല്ലേ? ഇതിനോട് എതിരഭിപ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? വളരെ ചുരുക്കം പേരായിരിക്കും ഇതിനെപ്പറ്റിയൊക്കെ മുമ്പേ തന്നെ ആലോചിച്ച് വളരെയധികം പ്രിപ്പയർഡ് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ അതൊക്കെ വളരെ നാമമാത്രം എന്ന് തന്നെ പറയാനേ സാധിക്കൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കാര്യവും അറിയാതെ പോയി കല്യാണം കഴിച്ച് ജീവിത പങ്കാളിയെ മനസ്സിലാക്കാനായിട്ട് അറിയില്ല, ജീവിത പങ്കാളിയോടൊപ്പം ജീവിക്കാൻ അറിയില്ല, അതിൻ്റെ കൂടെ മക്കളുണ്ടാകുന്നു, മക്കളുടെ വഴിക്ക് വളരുന്നു, മക്കൾക്ക് പൈസയും ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പേരും, അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ മക്കളെ വളർത്തിയുണ്ടാക്കുന്നു, അവർക്ക് അവരുടെ രീതിയിൽ അവർ ജീവിച്ച് വളരുന്നു. അവരുടെ ബാഡ് പാരൻറ്റിങ് കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും അവർ വേറെ രീതിയിൽ അവർ ജീവിച്ച് വളരുന്നു. അവർ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നു, കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്നു, എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെ തന്നെയല്ല ഇതിൻ്റെ പ്രശ്നങ്ങൾ കാരണങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളുള്ള വീട്ടിലെ കുടുംബത്തെ പറ്റി ചിന്തിച്ച് നോക്കുമ്പോൾ അവരുടെ അമ്മ അപ്പനും എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ഒരു മക്കൾ വഴിതെറ്റി പോകുന്നതിൽ പ്രധാന കാരണത്തെ പറ്റി ചിന്തിച്ച് നോക്കുമ്പോൾ അവരുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർ സ്നേഹത്തിലായിരുന്നോ, അവർ ഒരുപോലെയായിരുന്നോ,
ചിലർ മക്കളുടെ പ്രശ്നം വരുമ്പോൾ ഒക്കെ ഒന്നിക്കുന്നവരുണ്ട്. പക്ഷേ മെയിനായിട്ട് ഈ കുട്ടികളുടെ വളർച്ചയുടെ ഘട്ടത്തിലൊക്കെ ഈ മാതാപിതാക്കൾ എങ്ങനെയായിരുന്നു, അവരുടെ സാമീപ്യമൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സാമീപ്യം ഉണ്ടായാൽ കാര്യമില്ല, മാതാപിതാക്കൾക്ക് മക്കളെ വളർത്താൻ അറിയണ്ടേ, അതും ഒരു ചിന്തയാണ്. ഇപ്പോൾ ഭൂരിഭാഗവും നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മക്കൾ, അതായത് 2K കിഡ്സ് എന്ന് പറയുന്ന കിഡ്സിൻ്റെ പാരൻസ് എന്ന് പറയുന്നത് ഭൂരിഭാഗം എല്ലാവരും വിദേശത്തായിരിക്കും. നമ്മുടെ കേരളത്തിൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്, അല്ലാതെ ഹോൾ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളോ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളോ ഒന്നല്ല, കേരളത്തിലെ കാര്യങ്ങളാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഭൂരിഭാഗം മാതാപിതാക്കൾ വിദേശത്തായിരിക്കും. മക്കൾ ചിലപ്പോൾ വളരെ കുറച്ച് പേരുടെ കൂടിയായിരിക്കും മക്കളുടെ മാതാപിതാക്കൾ ഒരുമിച്ച് ജീവിക്കുന്നവർ. ബാക്കി ഭൂരിഭാഗം ആളുകളും ഭർത്താവ് വിദേശത്ത്, ഭാര്യ നാട്ടിൽ, അങ്ങനെ വളർത്തുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ എത്രമാത്രം പാരൻ്റ് ഭർത്താവിന് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ ഇവരും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതെ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും, അതുപോലെ ഭാര്യ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വളർന്ന ജനറേഷനിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതകളേറെയാണ് അല്ലേ. ഓരോ മക്കളും ഇപ്പോൾ പലൊരു കോളേജുകളിലൊക്കെ നമ്മളിങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ചെല്ലുമ്പോഴൊക്കെ ഓരോ പിള്ളേരും ഓരോ കുട്ടികളും അവർ മനസ്സ് തുറക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്, എൻ്റെ പപ്പയും മമ്മിയും എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു, പക്ഷേ എനിക്ക് വേണ്ടി സമയം തന്നില്ല, അതെനിക്ക് ഭയങ്കര വിഷമമായി എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് എന്താണ് വളർച്ചയുടെ ഘട്ടത്തിൽ അല്ലേ? അവനെ മനസ്സിലാക്കുന്നു, അവൻ്റെ കൂടെ ഇരിക്കുകയും അവൻ്റെ കൂടെ സംസാരിക്കുകയും അവനെ അറിയുകയും ചെയ്യുന്ന മാതാപിതാക്കളെയാണ് ഓരോ കുട്ടികൾക്കും വേണ്ടത്. അതുപോലെ തന്നെ കുട്ടികൾ നമുക്കറിയാം, ഏറ്റവും നല്ല മാതാപിതാക്കളുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ മക്കൾ വഴിതെറ്റി പോകും. കാരണം നമ്മൾ ഒരു മാതാപിതാക്കളെ മാത്രം നോക്കിയല്ല കുട്ടികൾ വളരുന്നതല്ലേ. ചുറ്റും അവരുടെ കൂട്ടുകാരുണ്ടാവാം, അവർ അംഗമാകുന്ന സമുദായങ്ങളോ അല്ലെങ്കിൽ സംഘടനകളൊക്കെ ഇതിന് കാരണമാകാം. പക്ഷേ മാതാപിതാക്കളുടെ കടമ ഇതാണ്, അവന് നല്ല കൂട്ടുകെട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് മാതാപിതാക്കളുടെ കടമയാണ്. അവൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, ഏത് വഴിയിൽ കൂടെയാണ് പോകുന്നത്. നമുക്ക് കുട്ടികൾ മാതാപിതാക്കളെ മാത്രം നോക്കണമെന്ന് കാര്യമില്ല. ചിലപ്പോൾ ഒരു പ്രായത്തിൽ അവർക്ക് കൂട്ടുകാരായിരിക്കും മാതാപിതാക്കളെക്കാളും കൂടുതൽ അവരെ സ്വാധീനിക്കുന്നത്. അപ്പോൾ നല്ല കൂട്ടുകെട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ, മോശം കൂട്ടുകെട്ടിൽ കൂടെയാണോ അവൻ പോകുന്നത്, അല്ലെങ്കിൽ മോശം സംഘടനയിലാണോ, മോശം വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന സംഘടനകളിലൊക്കെ അവരംഗങ്ങളാണോ എന്നൊക്കെയുള്ള ചിന്താഗതികളാണ്. അതൊക്കെ ഇതിനൊക്കെ കാരണങ്ങളാണ്. അപ്പോൾ അവരെ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ അവരെ ആ കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ നല്ല കൂട്ടുകെട്ടുകൾ അവർക്ക് കൊടുക്കുക, നല്ല സംഘടനകൾ, നല്ല സമുദായങ്ങളിലൊക്കെ അവരെ ചേർക്കുക എന്നുള്ളതൊക്കെ മാതാപിതാക്കളുടെ കടമ തന്നെയാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒരുവിധം എല്ലാവരും ദൈവവിശ്വാസത്തിൽ, ഞാനിതിൽ മതത്തിനെ ഇൻവോൾവ് ചെയ്യിക്കുന്നല്ലെങ്കിലും മതത്തിലുള്ളവരും ഇതിലൊക്കെ ഇൻവോൾവ് ആണെങ്കിലും തന്നെയും ഭൂരിഭാഗം ചിന്താഗതി ഉള്ളതെന്ന് പറയുന്നത് മതങ്ങളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് അല്ലേ, ഒരു സോഷ്യലിസവും അല്ലെങ്കിൽ എയ്ത്തിസമൊക്കെ കൊണ്ട് നടക്കുന്ന വിശ്വാസങ്ങൾ കൊണ്ടാണ് ഭൂരിഭാഗം പുതിയ കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത്. ഏത് ഇതിൽ വിശ്വസിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മതങ്ങളൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്വാതന്ത്ര്യമാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചിന്താധാരകളും പല കുടുംബങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരുന്ന കുട്ടികളും അതുപോലെ തന്നെ ആയിത്തീരുകയുള്ളൂ അല്ലേ. എപ്പോഴും നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു ആളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു കുടുംബമോ ഒരു സംഘടനയുടെയോ നിലനിൽപ്പിൻ്റെ അല്ലെങ്കിൽ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അയാൾ അല്ലെങ്കിൽ ആ സംഘടന എന്തിൽ വിശ്വസിക്കുന്നു, എന്ത് മൂല്യത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഇപ്പോൾ ഒരാൾ ഒരു സംഘടന വിശ്വസിക്കുന്നു എല്ലാവരും സ്വാതന്ത്ര്യമാണ് ഇമ്പോർട്ടൻ്റ്, എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും കുഴപ്പമില്ല, ഏതാളെ വിവാഹം കഴിച്ചാലും ഏത് രീതിയിൽ ബന്ധം പുലർത്തിയാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്
ആ രീതിയിലുള്ള ചിന്താഗതികളല്ലേ ഉണ്ടാവുള്ളൂ. അവരിൽ നിന്ന് വേറെ എന്താണ് ചിന്താഗതികൾ ഉണ്ടാവേണ്ടത്? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമത്തിൽ ഒരു പ്രശ്നമില്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സമുദായത്തിലുള്ളവർക്ക് മറ്റുള്ളവരുടെ വേദനയൊന്നും ഇവർക്ക് പ്രശ്നമല്ല, സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന സംഘടനകൾക്കൊന്നും അല്ലെങ്കിൽ സമുദായങ്ങൾക്കോ വിശ്വാസങ്ങൾക്കോ അതിലംഗമായവർക്കൊക്കെ ഒന്നും നമുക്കതിൽ നിന്ന് നല്ല ആളുകൾ ഉണ്ടാവണമെന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. എന്താണ് അവരുടെ മൂല്യം, വിശ്വാസം, അതാണ് അവർക്കുണ്ടാവേണ്ടത്. ചിലവർക്ക് ഒരു വിശ്വാസം മൂല്യങ്ങളൊന്നുമില്ല, കണ്ണിൽ കാണുന്നതൊക്കെ വിശ്വസിക്കുക, കണ്ണിൽ കാണുന്ന ആൾക്കാർ പറയുന്നതൊക്കെ ശരിയാണ് വിശ്വസിക്കുക, അതിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ അവിടെ ഒരു നല്ലൊരു മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സംഘടനയിൽ അംഗമാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൽ അംഗമാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് തെറ്റാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്, സ്വയം നശിപ്പിക്കരുത്, സ്വന്തം ശരീരത്തെ നശിപ്പിക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർ കുടുംബത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നവർ, മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. കുടുംബ മൂല്യങ്ങളെ വില കൽപ്പിക്കുന്ന സമുദായവും സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ളവർ അതിനെ പഠിപ്പിക്കുന്നവരും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് നല്ല മക്കളും ഒക്കെ ഉണ്ടാവുള്ളൂ, നല്ല പേഴ്സണായിട്ടുള്ള ആളുകളും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ അതുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ? അപ്പോൾ പലരും പല സംഘടനയിലും പല മതത്തിലൊക്കെ അംഗമാണ്, പക്ഷെ പേരുകൊണ്ടുള്ള അംഗത്വമല്ല ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ ആ മൂല്യങ്ങൾ കൊണ്ട് അവർ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ ആ മക്കൾക്ക് അവരെ പഠിപ്പിക്കേണ്ടത് നമുക്കറിയാം. ഒരു ട്രെയിനിങ്, ഇപ്പോൾ ഒരു പട്ടിയെ ട്രെയിനിങ് ചെയ്യുന്നവരോ എന്ത് കാര്യം തന്നെ ചെയ്യാമല്ലോ, ആ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനർ എങ്ങനെയായിരിക്കുന്നോ, എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ മറ്റുള്ള അത് പഠിക്കുന്ന അത് ട്രെയിൻ ആവുന്നത്. ഈ ട്രെയിനർ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിനർ പഠിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ ആ പഠിപ്പിക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ആ പട്ടിയോ അതുപോലെ തന്നെയല്ല ആവുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നമ്മൾ റിസൾട്ടിലാണ് നമ്മളെല്ലാവരും നോക്കുന്നത്, അല്ലേ? എല്ലാം കഴിഞ്ഞ് വന്ന്, അതായത് ട്രെയിൻ ചെയ്യേണ്ട കാലഘട്ടത്തിലൊന്നും ആൾക്കാർക്ക് നോട്ടമില്ല. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് ഫലം ഏറ്റവും റിസൾട്ട് വന്ന് പരീക്ഷ പേപ്പറിൽ കിട്ടിയ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ ആ കുട്ടിയെ വിലയിരുത്തുന്ന പോലെയാണ് ഇപ്പോൾ ഈ ജനറേഷനെ നമ്മൾ വിലയിരുത്തുന്നത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഈ എക്സാമിനും, അതായത് ഈ റിസൾട്ടിന് മുമ്പേ തന്നെ ഇതിനെ ട്രെയിൻ ചെയ്യേണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ല റിസൾട്ട് വേണമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു ചിന്താഗതിയിൽ. ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. പക്ഷേ പലപ്പോഴും പലരും മീഡിയകളൊക്കെ ഈ തലമുറയുടെ നേരെ തിരിച്ച് പിടിച്ചുകൊണ്ട് ചോദ്യങ്ങൾ തിരിക്കുകയും അവരെ കുറ്റക്കാരായിട്ട് വിചാരണ കോടതികളിൽ വെച്ച് നിർത്തുകയും ചെയ്യുമ്പോൾ ആണ് നമുക്ക് വിഷമമുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു, പക്ഷേ ഇതിനൊക്കെ എന്താണ് പരിഹാരം? ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അറിയാം. ഇതിനെന്താണ് പരിഹാരം? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെയുണ്ട്. ഒന്ന്, നല്ല മൂല്യങ്ങളുള്ള, നല്ല വിശ്വാസങ്ങളുള്ള ഒരു സംഘടന, അല്ലെങ്കിൽ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങളുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തിയും സ്വീകരിക്കുക, ഓരോ കുടുംബങ്ങൾ സ്വീകരിക്കുക. അത് മതമാവാം, അല്ലെങ്കിൽ ഏത് സംഘടനയാവാം നിങ്ങൾ വിശ്വസിക്കുന്നത്. അതിൽ മൂല്യങ്ങളുണ്ടോ, നല്ല മൂല്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക. ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു വിവാഹത്തിന് വേണ്ടി വരുന്ന ഓരോ ഓരോ കുട്ടികളും, അതായത് ഓരോ യുവാക്കന്മാർ, അവർക്കും ട്രെയിനിങ് നേരത്തെ തന്നെ കൊടുക്കുക. കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങി, അല്ലേ? നമുക്ക് എല്ലാത്തിനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. മാത്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടല്ലേ? UKG തൊട്ട് ഭാഷ പഠിക്കാനും മാത്സിനും സോഷ്യൽ സയൻസിനൊക്കെ നമ്മൾ ടൈം കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു കോളേജ് കാലഘട്ടത്തിൽ കടക്കുന്ന കുട്ടികൾക്ക് ഒരു വിഷയമായിട്ടൊരു ഹോം സയൻസ് പോലെ പഠിപ്പിച്ചുകൂടാ? എങ്ങനെയാണ് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ജീവിത പങ്കാളി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്,
എങ്ങനെയാണ് നല്ലൊരു പാരൻറ്റിങ് നടത്തേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തങ്ങളൊരു കുടുംബമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനെപ്പറ്റിയൊക്കെ എന്തുകൊണ്ട് നമുക്ക് ഒരു വിഷയമായി എടുത്തുകൊണ്ട് ഈ കുട്ടികളെ പഠിപ്പിച്ചുകൂടാ. അപ്പോൾ നിർബന്ധമായിട്ടും ഓരോ പ്രൊഫഷണൽ കോഴ്സുകൾ ചേരുന്നവരും അല്ലെങ്കിൽ ഡിഗ്രി മുതലുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ +2 മുതലോ 10ാം ക്ലാസ് കഴിയുമ്പോൾ മുതൽ +1 +2 ഈ ഒരു വിഷയങ്ങൾ പഠിപ്പിക്കുക. ഈ ഹോർമോൺ ചേഞ്ചസുകൾ, ഈ കുട്ടികൾക്കുണ്ടാവുന്ന പ്രണയം, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ അവരെ ബോധവാന്മാരാക്കുക, അതിൻ്റെ പ്രത്യേകതകൾ, ശാരീരിക പ്രത്യേകതകളെ പറ്റിയൊക്കെ അവരെ പഠിപ്പിക്കുക. ഇതൊരു വിഷയമായിട്ട് അവരെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം ഈ കുട്ടികൾക്കൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ബോധ്യങ്ങളുണ്ടാവും അല്ലേ. അവർക്ക് അതിനെപ്പറ്റി തന്നെ മനസ്സിലാക്കാനുള്ള ബോധ്യങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. ഈ മരുന്നുകൾ യൂസ് ചെയ്താലുള്ള പ്രശ്നങ്ങൾ, മയക്കുമരുന്നുകൾ അതെങ്ങനെയാണ് കുടുംബങ്ങളെ ബാധിക്കുന്നത്, മദ്യം എങ്ങനെയാണ് കുടുംബങ്ങളെ, ഇതൊക്കെ പറ്റിയൊക്കെ കേസ് സ്റ്റഡീസും ഈ കാര്യങ്ങൾ, സെമിനാറുകളും ഇതൊക്കെ കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ അവസാനം അതല്ലേ പറഞ്ഞേ, കല്യാണത്തിന് ഓടിയൊന്ന് വഴിയിൽ നിൽക്കുന്നവൻ ഓടി ചെന്ന് ഒരു നാരങ്ങവെള്ളം കുടിച്ചിറങ്ങി പോകുന്ന ലാഘവത്തോടു കൂടി വിവാഹം കഴിച്ചുകൊണ്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് കയ്യിൽ നിന്നുണ്ടാവുന്ന മക്കൾക്ക് അതുപോലെ തന്നെയുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ പാരൻറ്റിങ് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബങ്ങളെയും നമ്മൾ സംരക്ഷിക്കണം. നമുക്ക് ഈ കാലഘട്ടത്തിൽ ആർക്കും കുടുംബത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത കാലഘട്ടമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഇതിൻ്റെ പരിണിതഫലം, നമ്മളെന്ത് ചെയ്യുന്നു അതിൻ്റെയൊക്കെ പരിണിതഫലം നമ്മുടെ ഉണ്ടാകുന്ന മക്കളെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ചിന്താഗതി, ആ മക്കൾ മൂലം തിരിച്ച് മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ചിന്താഗതി ഉണ്ടാകുക. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും കുടുംബത്തിൽ, ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ. കുടുംബം എന്ന് പറയുന്നത് സന്തോഷം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ത്യാഗങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമ്മുടെ ഇഷ്ടങ്ങൾ, ഇന്നെല്ലാവരും പറയും എനിക്കിഷ്ടം ഇതാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യും, എൻ്റെ ഇഷ്ടം ഇതാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുമെന്ന് പറയും. പക്ഷേ കുടുംബത്തിൻ്റെ ഗ്രാമറിൽ അല്ലെങ്കിൽ വ്യാകരണത്തിൽ എപ്പോഴും വിട്ടുവീഴ്ചകൾ, സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെക്കൽ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് നല്ലൊരു കുടുംബം അത് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. ഇപ്പോൾ 2 തടി ഒരു കട്ടിലുണ്ടാക്കാനായിട്ട് ഒരു തടി എങ്ങനെയാണോ വെട്ടി മുറിച്ച് അതിനെ രൂപപ്പെടുത്തി മിനുസപ്പെടുത്തി അതിനെ ഒരു രൂപത്തിലേക്ക് ആവുന്നത്, അതിന് വേണ്ടിയിട്ട് ആ മരം നിന്ന് കൊടുക്കുന്നത്, അതുപോലെ തന്നെയാണ് കുടുംബത്തിലെ ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്. ചിലപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ കുറേ മാറ്റി വയ്ക്കുകയും ആ ഒരു കുടുംബം എന്നുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ട് സ്വയം അവർ ചിലപ്പോൾ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും, കുറേ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും, ഉറക്കം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു കുടുംബം ഉണ്ടായി വരുന്നതും അതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള, മാനസികാരോഗ്യമുള്ള മക്കളുണ്ടാകുന്നതും അതുപോലെ തന്നെ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും പലരും ആരും ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, അത് ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരും കോമൺ സെൻസൊക്കെ ഉള്ളവർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ആരുടെയും ഈ വിവാഹത്തിന് വേണ്ടിയൊക്കെ കിടക്കുമ്പോൾ ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും ആരും ചിന്തിക്കാറില്ല. ഞാൻ ചിന്തിക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും തന്നെ അടുത്ത് തന്നെ മാറ്റേണ്ട പ്രധാനപ്പെട്ട ഒരു പൈശാചികത എന്ന് പറയുന്നത് വിവാഹ ആഡംബരം, വിവാഹ ആഘോഷങ്ങളാണ്. എന്തിനാണ് ഇത്രയധികം? ഞാനും വിവാഹം ആഘോഷപരമായിട്ട് തന്നെയാണ് നടത്തിയത്, ഞാൻ അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ആ ഒരു ചിന്താഗതിയെ നമ്മുടെ നാട്ടിൽ നിന്ന് പതിയെ മാറ്റണം. അതെല്ലാ കുടുംബങ്ങളും തീരുമാനം എടുക്കണം. നമുക്കറിയാം എല്ലാ സെലിബ്രിറ്റീസൊക്കെ ഓരോ മാസവും ഇവിടെ കല്യാണങ്ങൾ നടത്തുകയും അതിനുശേഷം 1-2 മാസത്തിന് ശേഷം വേർപിരിയും ചെയ്യുന്ന ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവിടെയും. എന്തിനാണ് ഇവർ ഇത്രയധികം ആഘോഷമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഈ വിവാഹം നടത്തുന്നത്? എന്ത് കാണിക്കാനാണ്? അവർക്കതൊരു സോഷ്യൽ ഈവൻ്റ്, അവർക്ക് അർമാദിക്കാനോ അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ളൊരു ഇവൻ്റ് പോലെയാണ് വിവാഹത്തെ കാണുന്നത്.
പക്ഷേ വിവാഹത്തിൽ നടക്കേണ്ടതും വിവാഹത്തിൽ എന്താണ് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ അവരാരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അത് ഇനിയുള്ള തലമുറ നമ്മുടെ കുടുംബങ്ങൾ ചിന്തിക്കണം. വെറും ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ളതല്ല വിവാഹം. ആ മാതാപിതാക്കളും ഇപ്പോൾ ഓരോരുത്തരും ആ വധൂവരന്മാർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുന്ന ഒരു സാഹചര്യമായിട്ടത് മാറിയാലോ. ഒരു വിവാഹം എന്നുള്ളത് അവർക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് അതിനെ മാറ്റിയാലോ. ഈ ആഘോഷങ്ങൾക്കൊക്കെ പൈസ ചിലവാക്കി ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് ഡാൻസും കളിച്ച് നമ്മൾ വിവാഹത്തിൻ്റെ ആ ചടങ്ങ് നമ്മൾ നശിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വിവാഹം എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റിനെ നമ്മളത് നശിപ്പിക്കുമ്പോൾ അതിന് ശേഷം എന്താണ് ആ കുടുംബമായി തീരുക എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കുക. നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുക. മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് തങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുക. നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഹൈപ്പർ ആക്ടിവിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ തന്നെ അത് പരിഹരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ നിരവധിയുണ്ട്. നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കൂട്ടുകാർ അവർക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ബന്ധം അവരെ വേർപ്പെടുത്തുക. നല്ല കൂട്ടുകാരെ എന്ന് കരുതിക്കൊണ്ട് അവരെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തല്ല, നല്ല കൂട്ടുകാരെ കൊടുക്കുക എന്നുള്ളതും ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളിൽ അവരെ അംഗമാക്കുക, നല്ല കമ്മ്യൂണിറ്റി അവർക്ക് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ ഓരോ വർഷവും സ്കൂളുകളിലൊക്കെ കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുക്കുക. വിദ്യാഭ്യാസ വിഷയങ്ങളായിട്ട് ഈ ഒരു ഹോം സയൻസ് പോലുള്ള ഈ വിഷയത്തെ ഇൻക്ലൂഡഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിന് പരിഹാരമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. വെൽക്കം ടു കോമൺ സെൻസ്.